ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു വെജിറ്റബിൾ കുറുമയാണ്. ചോറിനും ചപ്പാത്തിക്കുമൊക്കെ സൂപ്പർ ടേസ്റ്റാണ് ഈ വെജിറ്റബിൾ കുറുമ. ഈ കുറുമ ഉണ്ടാക്കുന്നതിന് പ്രത്യേകത, വെള്ളം നമ്മൾ ഒട്ടും ഉപയോഗിക്കുന്നില്ല. ആവി വെള്ളത്തിലാണ് വെന്തെടുക്കുന്നത്. കുഴഞ്ഞു പോവുക ഒന്നും ചെയ്യാതെ നല്ലൊരു വെജിറ്റബിൾ കുറുമയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്കിതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനൊരു ഹാഫ് ബ്രിഞ്ചാൾ എടുത്തിട്ടുണ്ട്, 3 മീഡിയം സൈസ് ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, മീഡിയം സൈസ് 3 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ചോറിനും ചപ്പാത്തിക്കും പറ്റിയ ഒരു വെജിറ്റബിൾ കുറുമയാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, വെള്ളം ഒട്ടും നമ്മൾ ചേർക്കുന്നില്ല. നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കുന്നതിന് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഒരു 3/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള സ്ക്വയറായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. 6 അല്ലി വെളുത്തുള്ളി ഞാൻ ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം കൂടി ഒന്ന് വഴറ്റാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും ഒരു 3/4 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ വെള്ളം ഈ കുറുമായ്ക്ക് ഒഴിക്കുന്നില്ല. അപ്പോഴത്തേക്ക് വെള്ളമൊക്കെ ഇതിനകത്തെ വെജിറ്റബിളിൻ്റെ വെള്ളമൊക്കെ വറ്റിപ്പോകാതെ ചെറിയ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ. വഴന്നു വന്ന ഈ സവാളയിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടാം, ഒരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടാം, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും എല്ലാം പച്ചമണം മാറുന്നിടം വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. മുളക് പൊടിയും എല്ലാം നന്നായിട്ട് പച്ചമണം മാറുന്നിടം വരെ നമ്മൾ വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് വെജിറ്റബിൾ നമ്മൾ ഇട്ട് കൊടുക്കണം. വെള്ളം ഒട്ടും ഒഴിക്കരുത്. ആവി വെള്ളത്തിൽ വേണം ഇത് വെന്തെടുക്കാൻ. നമ്മൾ മീഡിയം സൈസ് പൊട്ടറ്റോ നല്ല സ്ക്വയർ പീസായിട്ട് എടുത്തുകൊണ്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട്, ചെറിയ ഫ്ലെയിമേ ആകാവൂ, നമുക്കിതൊന്ന് ആവിയിൽ വെന്തെടുക്കാം. ഒരു 3/4 വേവ് വരെ നമുക്ക് അടച്ചു കൊടുക്കാം. വെള്ളമൊന്നും ഒഴിച്ചതല്ല, 3/4 വേവായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ക്യൂബ്സായിട്ട് അരിഞ്ഞു വെച്ച ബ്രിഞ്ചാൾ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം അതുപോലെ തന്നെ ഇരിക്കണം, വെള്ളമൊന്നും ചേർക്കാതെ. വീണ്ടും അടച്ചു വെച്ച് ബ്രിഞ്ചാളൊന്ന് വേകാനായിട്ട് വെക്കാം. നമുക്കൊന്ന് നോക്കാം. ഈ ബ്രിഞ്ചാളൊക്കെ വളരെ സോഫ്റ്റായിട്ടുള്ളതാണ്, എളുപ്പം വേവും. നമുക്കിതിൻ്റെ കൂടെ ക്യാപ്സിക്കം ഒരെണ്ണം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഒത്തിരി ഇളക്കി കുഴയ്ക്കരുത്. വീണ്ടും അടച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് 3 ടൊമാറ്റോ മീഡിയം സൈസിൽ ക്യൂബ്സായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കണം. അടച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് നോക്കാം. ആ വെജിറ്റബിളിലെ വെള്ളവും ആവിയിലെ വെള്ളവും എല്ലാം കൂടെയാണ് നന്നായിട്ട് വെന്ത് കിട്ടി, കുഴഞ്ഞു പോയിട്ടുമില്ല. പൊട്ടറ്റോ വെന്തിട്ടുണ്ട്, ബ്രിഞ്ചാൾ വെന്തിട്ടുണ്ട്, ടൊമാറ്റോ വെന്തിട്ടുണ്ട്, ക്യാപ്സിക്കവും വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള വെജിറ്റബിൾ കുറുമ റെഡിയായിരിക്കുകയാണ്. ചപ്പാത്തിക്കും ചോറിനുമൊക്കെ നല്ലൊരു കുറുമയാണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണേ. ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ കൂട്ടുകാരെ. നാളെ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം.